أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إلى العرش والكرسي أحمد قد دنا ونورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന വീടിന്റെ മുറ്റത്ത് മലക്കുകൾ സ്വഫായിട്ട് നിന്ന മാസമാണ് സഫർ മാസം. മങ്കൂസ് മൗലദി എന്ന താരീഖിന്റെ കിതാബിൽ ഈ കാര്യം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ പുണ്യനബിയുടെ വരവിനെ സ്വീകരിക്കേണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം മാസാണ് സഫർ മാസം എന്ന് പറയുന്നത്. വയതിൽ വെച്ച് ഏറ്റവും വലിയ വയത് മുത്തുനബിനെ പറ്റിയുള്ള വയത് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ള പറഞ്ഞത് കേട്ടോളി എന്നല്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റിക്കോളി. യുഹിബ്ബുകുമുല്ലാഹ്, എന്നാൽ അള്ളാഹു നിങ്ങളാണ്ട് ഇഷ്ടപ്പെട്ടോളും. വാപ്പാക്ക് മക്കളോട് വരെ പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. മോനെ ഇന്റെ മായിരിക്കോ ഇത് കഴിച്ചിലാവുന്ന് വാപ്പാക്ക് മക്കളോട് വരെ പറയാൻ ധൈര്യമില്ല. വാപ്പ പറയാ ഞാനേതായാലും ഇങ്ങനായില്ലേ, ഇന്റെ കുട്ടികളെങ്കിലും ഒന്ന് നേരാകാൻ വേണ്ടി ദ്വാരക്കൊണ്ടൂന്നാണ്. ഇതിന് ചില്ലറ ധൈര്യമൊന്നും പറയാ. ഇന്റെ മായിരി ഉണ്ടായാലേ നിങ്ങൾ അല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന പറഞ്ഞത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അനുസരിക്കുക എന്ന് പറഞ്ഞാലും അനുകരിക്കുക എന്ന് പറഞ്ഞാലും ഒന്നല്ല രണ്ടാണ്. അനുസരണ വേറെയാണ്, അനുകരണം വേറെയാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാല് പല രൂപത്തിലും പറ്റും. അനുകരിക്കുക എന്ന് പറഞ്ഞാല് ആ ചെയ്ത അതേമാതിരി ചെയ്യുന്നതിനാണ് അനുകരണം. അതിനാണ് ഇത്തിബാ എന്ന് പറയാ. എല്ലാ ഇത്തിബാവുകളും സുന്നത്തല്ല. സുന്നത്തുകൾക്ക് ഇത്തിബാ തെളിവാണ് എന്നേ ഉള്ളൂ. സുന്നത്ത് എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിലെ ഒരു വിധിയാണ്. വേറെയും ചില അർത്ഥങ്ങൾക്ക് ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നിങ്ങളെല്ലാരും അങ്ങോട്ട് നോക്കണത് അത് ഇതാണ് ഇളനീര്. നിങ്ങൾ കണ്ട സാധനം തന്നെയാണ്, നിങ്ങൾ കാണാത്തതൊന്നല്ല. ശരിയായില്ലേ? ശരിയായിക്കോ.
നിങ്ങളെ കാണുന്നില്ല, അതാ പ്രശ്നം. നിങ്ങൾ എന്നെ തന്നെയാണോ നോക്കണില്ലേ എന്നറിയണ്ട, അതാണ്. മുഅ്മിനീങ്ങളെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യാന്ന് പറഞ്ഞാല് സുന്നത്ത് എന്നുള്ളത് പല അർത്ഥത്തിനും പറയും. ചര്യ എന്ന അർത്ഥത്തിൽ പറയും, ഹദീസിന് സുന്നത്ത് എന്ന് പറയും, അങ്ങനെ പല അർത്ഥത്തിലും പറയും. സാങ്കേതികമായി സുന്നത്ത് എന്ന് പറഞ്ഞാല് ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സുന്നത്തിന് ഇത്തിബാഅ് തെളിവാകാറുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലൊക്കെ ചില സുന്നത്ത് പറയുമ്പോൾ ലിൽ ഇത്തിബാഇ എന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാ ഇത്തിബാവുകളും സുന്നത്താവാറില്ല. ഇത്തിബാവ് വേറെയുണ്ട്. ബഹുമാനപ്പെട്ട മുത്തബിഉ സുന്നയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ നബി തങ്ങളുടെ കുതിര മുമ്പിൽ പോയാല് കുതിരയുടെ കാല് തട്ടിയ സ്ഥലത്ത് തന്നെ തന്റെ കുതിരയുടെ കാല് തട്ടിക്കാൻ വേണ്ടിയിട്ട് കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് തിരിക്കും. അത്തിരിയിട്ടൊക്കെ വേണോ എന്ന് ചിലപ്പോ നമുക്ക് തോന്നും. അങ്ങനെയിട്ടൊക്കെ വേണമെന്നതാണ് ഇത്തിബാഅ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന വീട്ടിൽ മുത്തുനബി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉച്ച സമയത്ത് വന്നു. വെയിലുണ്ടായിരുന്നു. വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരു മരത്തിന്റെ താഴ്ഭാഗത്തിരുന്നു, വാതിൽ തുറക്കുന്നത് വരെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു പോയതിന്റെ ശേഷം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആ മരത്തിന്റെ താഴെ ഒഴിച്ചു. പിന്നെ എല്ലാ ദിവസവും ആ മരം നനക്കും. ഇത് കണ്ട ഒരാൾ അബ്ദുല്ലാഹിബ്നു ഉമറിനോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹിബ്നു ഉമർ, ഈ മുറ്റത്ത് വേറെയും മരങ്ങളില്ലേ? എന്താണ് ഒരു മരം മാത്രം നനക്കുന്നതിന്റെ കാരണം? അള്ളാന്റെ റസൂല് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരത്തിന്റെ താഴെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒറ്റ പ്രാവശ്യം. എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. മദീനയുടെ മണ്ണുവരെ ശിഫയാണെന്ന് ഹാഫിളു ദഹബിയുടെ അത്തിബുൻ നബവിയിലുണ്ട്. ഗുബാറുൽ മദീനത്തി ശിഫാഉം മിനൽ ജുദാം. ഗുബാറുൽ മദീനത്തി മദീനയിലെ പൊടിമണ്ണ്, ശിഫാഉം മിനൽ ജുദാമി കുഷ്ഠരോഗത്തിന് ശമനമാണ്. ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിഞ്ഞു പോകുന്ന അസുഖമാണ് കുഷ്ഠം. രാത്രി ഉറങ്ങിയപ്പോ വിരലുണ്ട്, രാവിലെ എഴുന്നേറ്റപ്പോ വിരല് ചാടിക്കിടക്കുന്നു, അതാണ് കുഷ്ഠരോഗം. ഉബാറുൽ മദീനത്തി ശിഫാഉം മിനൽ ജുദാം. മദീനയിലെ പൊടിമണ്ണ് കുഷ്ഠരോഗത്തിന് ശിഫയാകുന്നു എന്നാണ്. യുക്തിവാദികൾ ട്രോളും, ഓലൻ ട്രോളട്ടെ, അല്ല എന്താ അതൊരു മദ്ഹ് പ്രചരിക്കാൻ കാരണം എന്താ? ഞാൻ അങ്ങനെ മനസ്സിലാക്കല്, മുത്തുനബിയുടെ മദ്ഹ് പ്രചരിക്കാൻ അതൊരു കാരണമായിക്കോളും. ചെലവില്ലാത്ത പരസ്യമായിട്ട് കൂട്ടിയാൽ മതി. ഒറ്റ പൈസയും കൊടുക്കണ്ടല്ലോ, ചെലവില്ലാത്ത പരസ്യം അത് കൂട്ടിയാൽ മതി. മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്നാണ്. മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്നാണ്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ, മക്കയെ ഇഷ്ടപ്പെടുത്തിയതുപോലെ മദീനയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തണമേ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുത്തണമേ. അല്ലാഹുമ്മ അഹ്ബിബ് ഇലൈനൽ മദീനത കമാ അഹ്ബബ്ത ഇലൈനൽ മക്കത വഅശദ്ദ മിൻഹാ. അല്ലാഹുവേ, അഹ്ബിബ് ഇലൈനൽ മദീനത, മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തണമേ. കമാ അഹ്ബബ്ത ഇലൈനൽ മക്കത, മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതുപോലെ. ഔ അശദ്ദ മിന്നാ, അല്ലെങ്കിൽ മക്കയേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, മക്കയേക്കാൾ കൂടുതൽ മദീനയെ സ്നേഹിക്കാമെന്ന്.
കഅബയുടെ മണ്ണാണോ റൗള ഷരീഫിന്റെ മണ്ണാണോ ഏറ്റവും പോരിശയുള്ളതെന്ന്? കഅബയുടെ മണ്ണാണോ റൗള ഷരീഫിന്റെ മണ്ണാണോ ഏറ്റവും പോരിശയുള്ളതെന്ന് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, പരിശുദ്ധമായ കഅബയുടെ മണ്ണ്. കഅബ എന്ന അർത്ഥത്തിൽ നോക്കുമ്പോ പോരിശയുള്ളതാണെങ്കിലും ഒരു മണ്ണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കുമ്പോ പുണ്യനബിയുടെ ജസദ് വെച്ചിട്ടുള്ള റൗള ഷരീഫിലെ മണ്ണിനാണ് പോരിശയുള്ളത് എന്ന് പറഞ്ഞു. ആശിഖുകൾ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി. ഒരു ദിവസം തന്റെ വീടിന് പുറത്തിറങ്ങിയിട്ട് മുറ്റത്ത് നിന്ന് അല്പം മണ്ണെടുത്തിട്ട് ആ മണ്ണിങ്ങനെ മുത്തി. കണ്ടു നിന്ന ആളുകൾ ചോദിച്ചു, അല്ലയോ അഹ്മദുൽ കബീർ, എന്താണ് മുറ്റത്തെ ചളിമണ്ണ് ചുംബിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ മുറ്റത്തെ മണ്ണല്ല ചുംബിച്ചത്. ഞങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് എടുക്കണേ, നിങ്ങൾ ഈ മുറ്റത്ത് നിന്ന് എടുക്കണേ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അതില് പറഞ്ഞു, നിങ്ങൾ കണ്ടു എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ ഞാൻ മുത്തിയത് മുറ്റത്തെ മണ്ണല്ല. ഞാൻ മുത്തിയ ആ മണ്ണുണ്ടല്ലോ, അത് അതിന്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തൊട്ട് നിൽക്കുകയാണ്. അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ തൊട്ടിട്ടാ നിൽക്കണത്. അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ തട്ടി നിൽക്കുകയാണ്. ഇതിന്റെ ഒരു തല മദീനത്തെ മണ്ണുമ തൊട്ടിട്ടാ നിൽക്കണത്. മദീനത്തെ മണ്ണ് എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ട് നിൽക്കുകയാണ്. മുത്തുനബിയുടെ ശരീരം തട്ടി നിൽക്കുന്ന മണ്ണിന്റെ തലക്കലാണ് ഞാൻ ചുംബിച്ചത്, അല്ലാതെ മുറ്റത്തെ മണ്ണിലല്ല. ഇതാണ് ഇഷ്കിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. ആ മനുഷ്യന് ഹിജ്റ 500 അള്ളാഹുവിന്റെ റസൂൽ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. ഒരിക്കൽ റൗള ഷരീഫിന്റെ അടുക്കൽ ചെന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലം റൗള ഷരീഫിന്റെ അടുക്കൽ ചെന്നപ്പോ സിയാറത്തൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞു. വഫാത്തിന് വേണ്ടിയുള്ള യാത്ര ചോദിക്കലാണ്. മുത്തുനബിയുടെ റൗളയിൽ നിന്ന് സലാം പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് തോന്നി, അള്ളാന്റെ റസൂലിന്റെ കൈ ഒന്ന് കിട്ടിയാൽ ഒന്ന് മുത്തിക്കൂടെ. അപ്പൊരു പാട്ടുപാടി, പൂതി ഏറിയ പാടുക, പൂതി കൂടിയാല് പാടും പാടി. വിഹാലത്തിൽ ബുഅദി, വളരെ വിദൂരമായ സ്ഥലത്ത് നിന്ന്, റൂഹി കുന്തു ഉർസിലുഹാ, സാധുവായ അഹ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് നബിയെ. ഇന്ന് ശരീരവുമായി സാധുവായ അഹ്മദ് വന്നിരിക്കുകയാണ്. അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്ക് മുത്തിക്കൂടെ എന്ന് ചോദിക്കേണ്ട താമസം അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടിക്കൊടുത്തു എന്നും ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മുത്തി എന്നും താരീഖിലുണ്ട്. ഈ സംഭവം റിഫായി മൗലിദിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൈത്ത് അവിടെ പാടുകയും ചെയ്തിട്ടുണ്ട്. ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. എന്ന സംഗതി ഇതാണ് സംഗതി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖൽബിന്റെ ഭാഗമാവണം, നമ്മുടെ ജീവന്റെ ഭാഗമാവണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി തങ്ങൾ മുഅ്മിനീങ്ങളോട് സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ്. ബന്ധം തിരിഞ്ഞാൽ കരയുമെന്നാണ്. ബന്ധം തിരിഞ്ഞാൽ കരയും. ഒരു കല്യാണം നടന്നു, ഒരാള് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു.
നിക്കാഹ് കഴിഞ്ഞു, കൂട്ടി കൊടുന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു, ഒരു ദിവസം സൽക്കാരത്തിന് വന്നു, ഗൾഫിൽ പോയി. ഒറ്റ ദിവസം ഗൾഫ് പോയി. 6 മാസം കഴിഞ്ഞ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഭർത്താവ് മരണപ്പെട്ടാല് പെണ്ണ് ആഴ്ചകളോളം കരയും. എന്താ കാരണം? ബന്ധം മനസ്സിലായി എന്നുള്ളതാണ് കാരണം. മുത്തുനബിനെ പറയുമ്പോ നമുക്ക് കരച്ചിൽ വരുന്നില്ല. എന്തേ കാരണം? ബന്ധം മനസ്സിലായില്ല. വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ്. സിറാത്ത് കടന്നിട്ടാണ് വാപ്പ മക്കളെ അന്വേഷിക്കുക. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയ കാലല്ല, 50,000 വർഷമാണ്. മഹ്ശറ എങ്ങനെ ചുരുക്കി കൂട്ടിയാലും 50,000 കൊല്ലം ഉണ്ടാവും. ചുരുങ്ങിയ കണക്കെടുത്താലേ മഹ്ശറ 50,000 കൊല്ലം ഉണ്ടാകും. അരമണിക്കൂർ ഒരാളെ കാത്ത് നിൽക്കണം എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ വരാ, വന്നിട്ട് വിളിക്കൊണ്ട് പറഞ്ഞു പോകും. നമുക്ക് കാത്തിക്കാൻ പറ്റൂല. അരമണിക്കൂർ ഒരാളെ കാത്തു നിൽക്കാൻ കഴിയാത്ത നമ്മളെയും കാത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 50,000 വർഷം കാത്തു നിൽക്കുമെന്നാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ പുന്നാര നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ പറഞ്ഞു, നന്മ തിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ചു കാണാം. അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ദാഹജലമാകുന്ന ഹൗലുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് വെച്ചു കാണാം. അള്ളാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ. അതിനാൽ ഞാൻ എവിടെയാണ് മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തരേണ്ടത്? ഒരു നിലക്കും എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല. പറഞ്ഞപ്പോ പറഞ്ഞു, സഹാബ, സിറാത്ത് പാലം കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാതെ പോകൂല സഹാബ. വാപ്പ പാലം കടന്ന് തിരിയും, ഉമ്മ പാലം കടന്നതിന്റെ ശേഷം തിരിഞ്ഞു നോക്കും. മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ്. പാലം കടന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ, അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു. അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ എന്റെ ഉമ്മത്തായതുമാകുന്നു. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതരായ ഉമ്മത്ത് പുന്നാര നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ്. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നതും നമ്മൾക്കാണ്. 120 വരികൾ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്നും അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇതന്നെ സംഗതി പറഞ്ഞേ. ഇത് കൽബക്ക് കയറാതെ നമ്മൾ ഒടുക്കത്തില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലേക്ക് കയറലാണ് ഈമാന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ കയറലാകുന്നു തഖ്വ. പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ കയറലാകുന്നു തവക്കുല്. ഹബീബുനാ റസൂലുള്ളാഹി കൽബിലേക്ക് കയറലാണ് സബ്ർ. മുത്തുനബിയാൻ കയറിയാൽ അതൊക്കെ ഉണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി പോയി.
അങ്ങനെ ചെന്നിട്ട് മിസ്രിൽ ചെന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ചു, ഇവിടെ നഫീസ് ഉണ്ടോന്ന് ചോദിച്ചു. അതിൽ മിസ്ര് അവര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, ഇവിടെ നിങ്ങൾ അന്വേഷിക്കണ മാരത്തെ ഒരു നഫീസ് ഒന്നുമില്ല, ഇവിടെ ഒരു പിരാന്തുള്ള ഒരു നഫീസ് ഉണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോ പറഞ്ഞു, രാത്രി ഉറങ്ങൂല, രാത്രി ഉറങ്ങൂല, പാട്ടും പാടി ഇങ്ങനെ നടക്കാണ് കാരണം. അപ്പൊ ചോദിച്ചു, എന്താ പാട്ട് ചോദിച്ചു, പാട്ടെന്താന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, അജബല്ലില് മുഹിബ്ബി കൈഫായനാമു ഫന്നൗമൂലില് മുഹിബ്ബി ഫഹുവ ഹറാം. അതാ പാട്ട് പറഞ്ഞു. അജബല്ലിൽ മുഹിബ്ബി, മുഹിബ്ബായ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതം തോന്നാൻ, കൈഫയനാമു എങ്ങനെ ഉറങ്ങ, ഫന്നൗമുലിൽ മുഹിബ്ബി, മുഹിബിന് ഉറക്കം വരിക എന്ന് പറഞ്ഞത് ഫഹുവ ഹറാമുൻ, അത് ഹറാമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ പറഞ്ഞു, അതാ പാട്ട്, അത് കുഴപ്പമില്ല പറഞ്ഞു. ആ പാട്ടാണെങ്കിൽ കുഴപ്പമില്ല. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ താരീഖ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാബിയ എന്ന് പറഞ്ഞാല് നാലാമത്തോള് എന്നാണ് അർത്ഥം. ബാപ്പാന്റെ നാലാമത്തെ കുട്ടിയാണ്. വളരെയധികം പ്രയാസമാണ് വാപ്പാക്ക് ഉണ്ടായിരുന്നത്. പ്രസവിക്കപ്പെട്ട സമയത്ത് മേത്ത് തേക്കാൻ വേണ്ടി എണ്ണയില്ലായിട്ട് ഉമ്മ വാപ്പാട് പറഞ്ഞു, നിങ്ങൾ അടുത്ത പേരെ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടിരോന്ന്. വെളിച്ചെണ്ണ എന്ന് ഞാൻ പറഞ്ഞു, എണ്ണ വാങ്ങിക്കൊണ്ടിരോന്ന് ചോദിച്ചു. മൂപ്പരിങ്ങനെ, വിളക്കില്ല, കാരണം വിളക്ക് കത്തിക്കാൻ അതിലൊഴിക്കാൻ എണ്ണയില്ല. പ്രസവിച്ച ഉടനെ ശരീരത്തിലൊന്ന് എണ്ണയൊക്കെ തേക്കണം, അതിനും എണ്ണയില്ല. അതുകൊണ്ട് അടുത്ത പേരെ പോയിട്ട് വാങ്ങിക്കൊണ്ടിരോ, നമുക്ക് ഉണ്ടാവുമ്പോൾ കൊടുക്കാറുണ്ട്. മൂപ്പരിങ്ങനെ പോയി അടുത്ത പേരെ ചെന്നിട്ട് വാലിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നിന്ന് ചോദിക്കാൻ തോന്നിയില്ല. കുറെ നേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അതില് ഉമ്മ ചോദിച്ചു, ഭാര്യ ചോദിച്ചു, എണ്ണ ഇട്ടിയോന്ന് ചോദിച്ചു. എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. അന്ന് ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ നാട്ടിലെ രാജാവിനെ ഉറക്കത്തിൽ കണ്ടിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ എടുത്തു പോയിട്ട് അത്യാവശ്യത്തിനുള്ള പൈസ ചോദിക്കാൻ പറയുന്നതായിട്ടാണ് കണ്ടത്. നേരം വെളുത്തിട്ട് രാജാവിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോയി. പെർമിഷനൊക്കെ വാങ്ങിയിട്ട് കയറിയപ്പോ രാജാവ് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ മുസ്തഫായ നബി തങ്ങളെ കണ്ടിരുന്നു. ഞാൻ എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലും, 300 സ്വലാത്ത് ചൊല്ലും. വെള്ളിയാഴ്ച രാവിലെ 400 സ്വലാത്ത് ചൊല്ലും, എന്നിട്ടാണ് ഉറങ്ങല്. ഇന്നലെ ഞാൻ സ്വലാത്ത് ചൊല്ലാൻ മറന്നപ്പോ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തേ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാഞ്ഞത്? അതിന് പകരായിട്ട് നാളെ അവിടെ ഒരാള് വരും, അയാൾക്ക് 400 ദീനാർ കൊടുക്കൊണ്ടു പറഞ്ഞു. അതാ കൊണ്ടോയിക്കോളി പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു. പശുവിനെ വളർത്തലായിരുന്നു ജോലി. പശുവിനെ വളർത്തിയിട്ട് പാല് കറന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ ഇരിക്കെ പിതാവ് നേരത്തെ മരണപ്പെട്ടു. പക്ഷെ പശുവിനെ ഉമ്മ വളർത്തി. ചെറിയ കുട്ടി എന്നുള്ള നിലയില് റാബിയാന്റെ അടുത്ത് അങ്ങാടിക്ക് പാല് കൊടുത്തേക്കും. ആൾക്കാര് പാലൊക്കെ വാങ്ങും, പക്ഷെ പൈസ കൊടുക്കൂല. അപൂർവമായിട്ട് ആരെങ്കിലും കൊടുക്കും. ജീവിതം വഴിമുട്ടി. അങ്ങനെ നാട് വിടാൻ തീരുമാനിച്ചു. ഒരു കച്ചവട സംഘത്തോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരിക്കൽ രാത്രി താമസിച്ചു. അവിടെ വലിയ ഒരു കൊള്ള സംഘം വന്ന് എല്ലാവരും കൊള്ളടിച്ചപ്പോ എല്ലാവരും അവിടുന്ന് ഓടിയപ്പോ ഉമ്മയും ബാക്കിയുള്ള 3 കുട്ടികളും റാബിയാനെ കൊണ്ടുപോവാൻ മറന്നുങ്ങാണ്ട് അവിടെ ഇട്ടുങ്ങാണ്ട് പോയി. നേരം വെളുത്തോകുമ്പോ റാബിയ ഒറ്റപ്പെട്ടു. ഒരു ജൂതന്റെ വീട്ടിൽ അടിമയായിട്ടെത്തി. വളരെയധികം പ്രയാസകരമായ ജോലികൾ ചെയ്തു. വയസ്സ് 7 ഭക്ഷണമൊന്നും കൊടുക്കൂല. പ്രയാസമുള്ള ജോലിയാണ്. വൈകുന്നേരം വരെ. രാത്രി സമയത്ത് റൂമിന്റെ അടുക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോ യജമാനൻ ജനലിന്റെ അടുത്ത് എന്നിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ ചെവി ഇങ്ങനെ വെച്ചു നോക്കുമ്പോ സുജൂദിൽ കിടന്നുകൊണ്ട് പറയാണ്, പടച്ചോനെ, രാത്രി മുഴുവനും ഞാൻ നിനക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. നീ എന്നോട് ഒരു കൃപയുമില്ലാത്ത കാരുണ്യവുമില്ലാത്ത ഒരു മുതലാളിന്റെ അടുത്താണല്ലോ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട്
പകല് സുജൂദ് ചെയ്യാൻ പറ്റായിട്ടാണ് ട്ടോ എന്ന് പറയണത് കേട്ടു. സുജൂദ് കടന്നിട്ട് സ്വതന്ത്രയാക്കി ഒരുപാട് കാലം കഴിഞ്ഞു. ആ ബിദത്തായി. ഒരിക്കല് അമീൻ മഅ്മൂൻ എന്നവരുടെ പിതാവ് അവരെ ഒരു വിവാഹാലോചന നടത്തി. ഖലീഫ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു ഒരു വിവാഹാലോചന നടത്തി. ഒറ്റ ഡിമാൻഡ് മാത്രാണുള്ളത്, എന്ത് സൗകര്യമാണെങ്കിലും ചെയ്തുതരാം. എന്റെ വീട്ടിൽ വരണമെന്നില്ല, എന്റെ വിരിപ്പിൽ കിടക്കണമെന്നില്ല, നിങ്ങൾക്ക് ഈ ഭാഗത്തിന് എല്ലാ സൗകര്യം ചെയ്തു തരാം. ഒരു നിബന്ധന മാത്രമുണ്ട്, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് റാബിയയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവണം എന്ന് പറഞ്ഞു. വേറെ ഒന്നും വേണ്ടാറുണ്ട്. അതിനെ കല്യാണം, വേറെ ഒന്നിനും അല്ല കല്യാണം. അതിലൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരൂല ചോദിച്ചു. അത് വേണ്ടി വരും പറഞ്ഞു. അതിനെനിക്ക് കഴിയൂല. ഒന്നും വേണ്ട, പക്ഷെ ഞാൻ എന്റെ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരൂല ചോദിച്ചു. അത് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അതിനെനിക്ക് കഴിയൂല, എനിക്ക് എന്റെ അള്ളാഹി റസൂലിനെ എല്ലാം സ്നേഹിക്കാൻ കഴിയൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു ഫന്നൗമു ലിൽ മുഹിബ്ബി ഫഹുവ ഹറാമു. മുഅ്മിനീങ്ങളെ, അമലൊക്കെ ഓട്ടോമാറ്റിക് വരും. അമല് ഫർ ആണ്, ഇഷ്ക് അസ്ലാണ്. ഇഷ്ക് എന്ന് പറഞ്ഞ സാധനം അസ്ലാണ്, അടിസ്ഥാനമാണ്. അതുണ്ടെങ്കിൽ അമൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതാണ് സ്വഹാബത്തിൽ കാണാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വേണോ വേണ്ടേന്ന് ആലോചിക്കൂല പോലെ. എന്താ കാരണം? ഇഷ്കാണ് അതിന്റെ കാരണം. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ള ആലോചനയില്ല, അതിനു മുമ്പ് ചെയ്തിരിക്കും. ഇഷ്കാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തഖ്വയുടെ അടിസ്ഥാനം ഇഷ്കാണ്, സബറിന്റെ അടിസ്ഥാനം ഇഷ്കാണ്, തവക്കുലിന്റെ അടിസ്ഥാനം ഇഷ്കാണ്, ഈമാന്റെ അസ്ല് ഇഷ്കാകുന്നു. ഇഷ്ക് അസ്ലാണ്, അമലു സ്വാലിഹാത്ത് ഫർആൻ. അസ്ലില്ലാത്ത ഫർ കൊണ്ട് കാര്യമില്ല, ഫർ ഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടാവും. ഞാനീ പറഞ്ഞത് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. എന്താ ഇപ്പൊ റബീഉൽ അവ്വൽ 12 മാത്രം ഇങ്ങോട്ട് ഉഷാറായിട്ട് എന്ന് തോന്നും. ചിലപ്പോ നമ്മക്കും തോന്നുന്നത്, എല്ലാരും ഇങ്ങനെ പറയുമ്പോ നമ്മക്കും തോന്നുമല്ലോ, റബീഉൽ അവ്വൽ 12 മാത്രം ഉഷാറായിട്ട് എന്താ കാര്യം? ഒന്ന് അസ്ലാണ്, മറ്റേത് ഫർആൻ. അസ്ലില്ലാത്ത ഫർ കൊണ്ട് കാര്യമില്ല, അതേ സമയത്ത് ഫർ ഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യമുണ്ട്. എവിടെ കാര്യമുണ്ട്? അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് പറഞ്ഞ അവിടെ കാര്യമുണ്ട്. അവിടെ അല്ലേ കാര്യം വേണ്ടത്? അവിടെയുള്ള കാര്യം വേണ്ടത് സത്യത്തിൽ നരകമോചനത്തിന്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മകളെയും തിന്മകളെയും തൂക്കിക്കണക്കാക്കിയിട്ട് ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും തിരിക്കപ്പെട്ടാൽ നന്മ മുൻതൂക്കമായവർ സ്വർഗത്തിലേക്ക് പോകും, തിന്മ മുൻതൂക്കമായവർ നരകത്തിലേക്ക് പോകും. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പുന്നാര നബി തങ്ങളുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കല്ലോ ഒരു യാ നബി എല്ലാരും ചൊല്ലി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഉഷാറായിട്ടില്ല. ഒന്നുകൂടി കേട്ടോ, എന്റെ ഒപ്പം. അശ്റക അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂർ.
مثل حسنك ما رأينا قط يا وجه سروري يا نبي عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പുന്നാര നബി തങ്ങളുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇങ്ങനെ നരകത്തിന്റെ വാതിലുകളെ പറ്റി ഇങ്ങനെ പറയാം. നരകത്തിന്റെ ഓരോ വാതിലിന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഓരോ നിലകളിലേക്കുള്ള ഓരോ വാതിൽ, ആ വാതിൽ കൂടെ കടന്നാല് ഇന്നോടത്തേക്ക് എത്തുക. ഒന്നാമത്തത് ഏറ്റവും അടിയത്തെ വാതിൽ പറഞ്ഞു മുനാഫിഖിനുള്ളതാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ജൂതന്മാർക്കുള്ളതാണ്, ഒന്ന് മജൂസികൾക്കുള്ളതാണ്, നസ്വാറാക്കൾക്കുള്ളതാണ്, കാഫിരീങ്ങൾക്കുള്ളതാണ്, ഫിറഔനും കൂട്ടക്കാർക്കുള്ളതാണ്. 6 എണ്ണി 7 വാതിലാണ്. നരകത്തിന് 7 വാതിലാണ്. സബ്അത്തു അബ്വാബ് 7 വാതിലാണ്. 6 എണ്ണി 7ാമത്തത് എണ്ണിയില്ല. 7ാമത്തത് എണ്ണാതിരുന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു ജിബ്രീലേ അലൈഹിസ്സലാം, എന്തേ 7ാമത്തത് പറയാഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ചെറിയൊരു നാണം, പറയാൻ കൂട്ടാക്കിയില്ല. വീണ്ടും ചോദിച്ചു ജിബ്രീലേ അലൈഹിസ്സലാം, എന്തേ 7ാമത്തത് പറയാഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയേ 7ാമത്തത് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടവനുള്ള വാതിലാണ് നബിയേ. ഫഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈഖാ. കേൾക്കേണ്ട താമസം നബി തങ്ങൾ ബോധരഹിതനായി വീണു എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം നിലത്തിരുന്നിട്ട് പുന്നാര നബി തങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ബോധം തെളിയുന്നത് വരെ ഇരുന്നതിന് ശേഷമാണ് മടങ്ങിയത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖയുണ്ട്. നമ്മളോട് നമ്മളെക്കാൾ താല്പര്യം, അതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മഹാനായ സയ്യിദുന അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ ഇങ്ങനെ ഒരു സംഭവം കാണാം. അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ഹാലായിരുന്നു, ഒരു നടത്താണ്, ഒരു ഹാല. മണ്ണ് സംസാരിച്ച ആളാണ് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നടന്നപ്പോ ഒരു സംസാരം ശിബിലിയെ നീ എന്റെ മാതിരിയാവണട്ടോ. 4 ഭാഗം നോക്കുമ്പോ ഒന്നും കാണാൻ. മൂപ്പര് വീണ്ടും നോങ്ങിയപ്പോ 2ാമതും കേട്ടു, യാ ശിബിലി കുൻമിസിലി, ശിബിലിയെ നീ എന്റെ മാതിരിയാവണം. പിന്നെ നോക്കിയപ്പോ ഒന്നും കാണാൻ. വീണ്ടും നടന്നു, വീണ്ടും കേട്ടു, യാ ശിബിലി കുൻമിസിലി, ശിബിലിയെ നീ എന്നെ പോലെ ആവണം. ശ്രദ്ധിച്ചു നോക്കിയപ്പോ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണാണ് പറയണത്, ശിബിലിയെ നീ എന്നെ പോലെ ആവണട്ടോ. ഭൂമി സംസാരിച്ച ആളാണ് മഹാനായ അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു. പക്ഷേ ബഗ്ദാദുകാരുടെ അഭിപ്രായം അദ്ദേഹത്തിന് പിരാന്താണ് എന്നാണ്. ബഗ്ദാദിയുടെ അഭിപ്രായത്തിൽ ശിബിലിക്ക് പിരാന്താണ്. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ദിവസം ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു മുദരിസ് ഉണ്ടായിരുന്നു, അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന പേരായ വലിയൊരു മുദരിസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന മുദരിസ് ദർസ് നടത്തുന്ന സദസ്സിലേക്ക് അല്ലാമ ശിബിലി കയറി ചെന്നു. അബൂബക്കർ ബിനുൽ മുജാഹിദ് ഇരിക്കുന്നോടത്ത് എഴുന്നേറ്റിട്ട് വാതിലൊക്കെ പോയി കൂട്ടിക്കൊടുന്ന് താൻ ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുന്ന വിരിപ്പിൽ ഇരുത്തി. കുറെ അവ്യക്തമായ സംസാരങ്ങളാണ് അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു നടത്തിയിരുന്നത്.
കുറച്ച് അവ്യക്തമായ സംസാരങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ പോയി യാത്രയച്ചു. യാത്രയച്ച് കഴിഞ്ഞ് വന്നപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, അതഫ്അലു ഹകദാ ബിഹാദാ, അല്ലയോ ഗുരുവര്യരെ, എന്താണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ മൂപ്പര അങ്ങനെയൊക്കെ ചെയ്യണത്? അഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാര് അദ്ദേഹത്തിന് പിരാന്താണ് എന്നാണല്ലോ പറയല് എന്ന് പറഞ്ഞു. അഹ്ലു ബഗ്ദാദിൻ യളുന്നൂന ഇന്നഹു മജ്നൂൻ. അതിലൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ ചോദ്യം ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യം ഞാൻ ഒരിക്കൽ പുന്നാര നബിയോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഉറക്കത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്യത്തുസ്താദിന്റെ താരീഖ് പറയുന്നുണ്ട്, ഒരാൾ വന്നിട്ട് മുത്തുനബീനെ ഒന്ന് ഉറക്കത്ത് കാണാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചത്രേ, ഉറക്കത്തിലും കണ്ടിട്ടില്ലേ എന്ന്. നമ്മളിവിടെ കിടക്കണം, അവരവിടെ കിടക്കണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പോ ഇങ്ങനെ ചോദിച്ചു ശിഷ്യന്മാര്, എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ബഗ്ദാദുകാർക്ക് അദ്ദേഹത്തിന് ഭ്രാന്താന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചോദ്യം നബിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞാൻ മുസ്തഫായ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടപ്പോ നബി തങ്ങൾ ദർസ് നടത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനികളായ സഹാബികളൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ദർസാണ്. മുത്തുനബി ദർസ് നടക്കുന്ന സദസ്സിലേക്ക് ഇയാൾ കയറി വന്നു. അല്ലാമ ശിബിലി കയറി വന്നു, ഉറക്കത്തിലാണ്. ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ഇരിക്കണോടത്തുനിന്ന് എഴുന്നേറ്റു, സ്വീകരിച്ചു കൊണ്ടുവന്ന് തന്റെ വിരിപ്പിലിരുത്തിയിട്ട് പോകുമ്പോൾ യാത്ര അയച്ചപ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അതഫ്അലു ഹകദാ ബിഹാദാ, എന്താണ് ഇയാളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? അഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണല്ലോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഷിബിലി. അബൂബക്കർ മുജാഹിദ്, നിങ്ങൾക്ക് അറിയോ ഇയാളെ? ഇദ്ദേഹം എല്ലാ ദിവസവും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്ത് ഒരു തവണ ഓതുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. ഈ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ്. ദീൻ പൂർത്തിയായ ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും, ഹജ്ജത്തുൽ വദാഇന്റെ. അതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. അതിന് നമുക്കൊരു കാര്യം കിട്ടും, മദ്ഹിന് പരിധിയില്ല, മദ്ഹിന് പരിധിയില്ലെന്ന് കിട്ടും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്. സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് ആദ്യമായി ടിക്കറ്റ് വാങ്ങിയ ആളാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും ഫർള് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല. എന്നാൽ ഖദീജ ബീവി സ്വർഗത്തിലാണ്. ഫർള് നിസ്കാരം ഒന്നും നിസ്കരിച്ചിട്ടില്ല, ഫർളായ നോമ്പ് നോറ്റിട്ടില്ല. അത് രണ്ടും നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ നിസ്കരിക്കണം, നോമ്പ് എടുക്കണം, കാരണം നമ്മൾ നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആളാണ്. പക്ഷെ ഇനി നമുക്കൊരു കാര്യം കിട്ടും, സ്വർഗത്തിൽ പോവാന് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പ് വെക്കുന്നതിനേക്കാളും വലിയ വേറൊരു കാര്യമുണ്ട്. അത് ഖദീജ ബിബി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോന്നറിയില്ല. സാലിം ബൈച്ച് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറയരുതേ. നമ്മൾ നിസ്കാരം നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ നിസ്കരിച്ചേ പറ്റുള്ളൂ, നോമ്പ് പോറ്റേ പറ്റുള്ളൂ. അതേ സമയത്ത് സ്വർഗത്ത് പോകാൻ അതല്ലാത്തൊരു വഴിയുണ്ട്.
അതുകൊണ്ടാണല്ലോ നിസ്കാരം നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായ ഖദീജ ബീവി സ്വർഗത്തിലെത്തുന്നത്. എന്തായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്? അത് മദ്ഹുൻ നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല ഇന്നക ലതസ്തഖുൽ ഹദീസ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഒരു വർത്താനം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ അല്ലാഹു നബിയാക്കി നിയോഗിക്കുന്നതിന്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുസ്തഫായ നബി തങ്ങൾ എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ പറയും. ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. വീട്ടിൽ സദ്യ ഉണ്ടായാൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. ആടിനെ അറുത്താല് നല്ലൊരു കുറകെടുത്തിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരിക്ക് വിടും. അങ്ങനെ കൊടുത്തേക്കും. എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് പറയും. എന്താ ഖദീജ ബീവിയുടെ പ്രത്യേകത? മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിനെ മനസ്സിലാക്കിയതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതാണ് ഈമാന്റെ അസ്ല്. ഈമാൻ ഇഷ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അസ്ലില്ലാത്ത ഫറു കൊണ്ട് കാര്യമില്ല. ഫറയില്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടായതിന്റെ ഉദാഹരണമാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. അതന്നെ സംഗതി. അതുകൊണ്ട് അസ്ല് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞത് അസ്ലുമുള്ള കളിയാണ്, അത് ഫറവുമല്ല. ഈ സുന്നത്ത് ജമാഅത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ ഒരു കാരണം അത് അസ്ലിലാണ് കളിക്കുന്നത്, ഫറയിലല്ല എന്നുള്ളതാണ്. അസ്ല് കേടുവരുത്താൻ സമ്മതിക്കൂല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഫറ് പിന്നെ ഉണ്ടായിക്കോളുന്ന്. ഫറ് എപ്പോഴും ഉണ്ടാവാലോ. അസ്ല് പോയാൽ തിരിച്ചു വരാൻ പ്രയാസാണ്. പോയോരാരും മടങ്ങിയ താരീഖില്ല. ഉണ്ടെങ്കിൽ വിരലിൽ ഇങ്ങനെ എണ്ണാൻ പറ്റും, അത്രേ ഉണ്ടാവുള്ളൂ. പോയ തന്നെയാണ്, മടക്കല്ല. ഈമാൻ പോയാലേ പോയതന്നെയാണ്, മടക്കല്ല. ഇന്ന് ഉമ്മത്തില് ഗൗരവം നഷ്ടപ്പെട്ട 3 തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത കുറവാണ്, മൂന്നാമത്തേത് റിദ്ദത്തിന്റെ കാരണങ്ങളാണ്. 3 കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇന്നത്തെ കാലത്ത് സൂക്ഷ്മത കുറവ് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും വ്യഭിചാരമാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നു. നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. ഒരു തുണിഷാപ്പാണെന്ന് വിചാരിച്ചോളി, ഒരു കണ്ണടപ്പീടിയാന്ന് വിചാരിച്ചോളി, ഒരു ജ്വല്ലറിയാന്ന് വിചാരിച്ചോളി, ഒരു ട്രാവൽസ് ആന്ന് വിചാരിച്ചോളി. 2 ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. കുഴപ്പമില്ല, ശമ്പളം കുറച്ചു കൊടുത്താൽ മതി. 10 കുട്ടികൾ വന്നു. 2 എണ്ണം വെളുത്തതും 4 എണ്ണം കറുത്തതും. വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ. പീടിക്ക് 2 ആള് കയറണ്ടേ എന്നുള്ളതാണ് ആലോചിക്കുക. മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് ആ പൈസ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മള്. അറിഞ്ഞോ അറിയാതെയോ ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചാരം ഗൗരവം കുറഞ്ഞൊരു വിഷയമായിട്ട് മാറി. വ്യഭിചാരം എന്ന് പറഞ്ഞാല് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല, ഹദീസിൽ നസ്സാണ്. അൽ ഐനാനി സിനാഹുമാ അൻ-നദറു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നസ്സായി പറഞ്ഞിട്ടുണ്ട്. വരിജ്ലാനി സിനാഹുമാ അൽ-മശ്യു. കാലിന്റെ വ്യഭിചാരം നടത്തമാണ്. വല്യദാനി സിനാഹുമാ അൽ-ബത്ഷു. കയ്യിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തൊടലാണ്. നാവിന്റെ വ്യഭിചാരം എന്നാൽ സംസാരമാണ്. വ്യഭിചാരം പലതുണ്ട്. സഹവാസ വ്യഭിചാരമുണ്ട്, എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട്. ഒക്കെ വ്യഭിചാരമാണ്. ശിക്ഷയില്ലാത്ത ഒരു വ്യഭിചാരം മാത്രമേ ഉള്ളൂ. അത് മനോവ്യഭിചാരം എന്ന് പറയുന്നതാണ്. മനസ്സിലൊരാൾക്ക് എന്തേലും തോന്നിയതിനെ അല്ലാഹു തആല ശിക്ഷിക്കൂല. കാരണം അത് അവന്റെ പിടുത്തത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതിന്റെ മേലക്കാണ് പോയാൽ വ്യഭിചാരത്തിന്റെ പരിധിയിലേ വരുള്ളൂ. കാണലും നോക്കലും 2 കേട്ടോ. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്.
അത് രണ്ടും രണ്ടാണ്. തിങ്കളാഴ്ച 9:35 കോളേജിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ വീണ്ടും കണ്ടു. ബുധനാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ കണ്ടു. വ്യാഴാഴ്ച ആ സുന്ദരിയെ കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു. അവിടുന്ന് അങ്ങോട്ട് നോക്കലാണ്, ഇതുവരെ ഉള്ളത് കാണലാണ്. കാണലും നോക്കലും രണ്ടാണ്. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. അതാണ് കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത്. അറിഞ്ഞോ അറിയാതെയോ വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഗൗരവം കുറഞ്ഞു, വ്യഭിചാരം ഗൗരവം കുറഞ്ഞു. അതന്നെ. രണ്ടാമത്തേത് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതകൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട്. അതിപ്പോ എങ്ങനെയായാലും വേണ്ടില്ല, കുറച്ച് കാര്യം ഉണ്ടായാൽ മതി എന്ന് ആലോചിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തി. എന്താ വിഷയം? എങ്ങനെ നഷ്ടപ്പെടാന്നുള്ളത് അറിയില്ല. ഈ ബറക്കത്തുകൾ ഉണ്ടല്ലോ, ബറക്കത്ത്. നമ്മൾ റജബ് മാസായ ദോരക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം നീ റബ്ബനാ. ബറക്കത്ത് എല്ലാ സാധനത്തിലും ബറക്കത്ത് ഉണ്ടാവുമെന്നാണ്. മക്കളിൽ ബറക്കത്ത്, ഇൽമിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്, ആയുസ്സിൽ ബറക്കത്ത്, സ്ഥാപനത്തിൽ ബറക്കത്ത്, സ്ഥലങ്ങളിൽ ബറക്കത്ത്, കൃഷിയിൽ ബറക്കത്ത്, കച്ചവടത്തിൽ ബറക്കത്ത്. ചില നാടിന് തന്നെ ഒരു ബറക്കത്ത് ഉണ്ടാവും, ചില മനുഷ്യന്മാർക്ക് ഒരു ബറക്കത്ത് ഉണ്ടാവും, ചില സംസാരങ്ങൾക്ക് ഒരു ബറക്കത്ത് ഉണ്ടാവും, ചില വസ്തുക്കൾക്ക് ബറക്കത്ത് കൂടുതലുണ്ടാവും. എല്ലാം ഉണ്ട് ബറക്കത്തുള്ളതും. ബറക്കത്തിന് വേണ്ടിയുള്ള ദുആയാകുന്നു ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. തോനെ തരണേ എന്നല്ല, തന്നതിൽ ബറക്കത്തു തരണേ എന്നാണ്. ബറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആശുപത്രി കൊടുക്കാൻ തയ്ക്കില്ല. ബറക്കത്തുള്ളത് കുറച്ച് മതി, എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും പോക്കറ്റിൽ വെക്കാൻ മാത്രം ബാക്കി ഉണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. അതുകൊണ്ട് ബറക്കത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്തവന് ബറക്കത്ത് നഷ്ടപ്പെടും, സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിലെ ബറക്കത്ത് പോകും. ഭക്ഷണത്തിലെ ബറക്കത്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിലെ ബറക്കത്ത് പോകും. സമ്പത്തിലെ ബറക്കത്തിന് പോയാൽ ബാക്കിയൊക്കെ അതിന്റെ ഒപ്പം പോകും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ആയുസ്സിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. ഇൽമിന്റെ ബറക്കത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇൽമ് അമൽ ചെയ്യാൻ പറ്റാത്തതും ന്യായം പറയാൻ മാത്രം പറ്റുന്നതുമായി മാറും. ഇൽമിന്റെ ബറക്കത്തിന് പോയാലേ പിന്നെ ഓന്റെ ഇൽമ കൊണ്ട് 4 വർത്താനം പറയാൻ പറ്റുന്നേ ഉള്ളൂ, അമൽ ചെയ്യാൻ പറ്റൂല. ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനും ന്യായം ഉണ്ടാവും ഒപ്പരടുത്ത്. ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കും. ഒക്കെ സമ്പത്തിന്റെ ബറക്കത്ത് പോയാലാ പോവുക. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. മൂന്നാമത്തേത്, മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് സൂക്ഷ്മത കുറഞ്ഞു വരുന്നു. നിസ്കരിച്ചില്ലെങ്കിൽ മുർത്തദ്ദാവൂല, നിസ്കാരത്തെ കളിയാക്കിയാൽ മുർത്തദ്ദാവും. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ദീനിന്ന് പുറത്തു പോവില്ല. മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കലാണ് എന്ന് സജ്റിന് വേണ്ടി പറഞ്ഞതാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, പേടിപ്പിക്കാൻ പറഞ്ഞതാണ്. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, ഹറാമാവും. അതേ സമയത്ത് നിസ്കാരത്തെ ഒരാൾ പരിഹസിച്ചാൽ അയാൾ ദീനിൽ നിന്ന് പുറത്തായിരിക്കും. പള്ളി കയറിയില്ലെങ്കിൽ കാഫിറാവൂല, പള്ളി കയറിയിട്ട് നെജ്ജീസാക്കിയാൽ കാഫിറാവും. മുസാഫ് എടുത്തില്ലെങ്കിൽ കാഫിറാവൂല, മുസാഫ് എടുത്തിട്ട് നജസാക്കിയാൽ ആള് കാഫിറാവും. തന്നെ സംഗതി. കാഫിറാകുന്ന വിഷയങ്ങൾ, മുർത്തദ്ദാകുന്ന വിഷയങ്ങളിൽ ഗൗരവം കുറഞ്ഞു വരുന്നു. നമ്മൾ അമലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒക്കെ ഇൻസൾട്ട് ആണ്. എല്ലാം ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിയൊക്കെ ഉണ്ട്,
ജമാനാല് നോൽമ്പോൽക്കുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, വെള്ളിയാഴ്ച ജുമാക്കൊക്കെ പോയി വരും. എന്ത് ജുമാ? ഇൻസൾട്ട്. മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ ഏറ്റവും അസ്ലിയായ കാരണം കൽബിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാധാന്യം കുറയലാണ്. യുദ്ധത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൽബിൽ പ്രാധാന്യം കുറഞ്ഞു വരിക. മുനാഫിക്കുകളുടെ നേതാവ് ഉണ്ടായിരുന്നു അബ്ദുല്ലാഹി ബിനു ഉബയ്യ് ബിനു സുലൂൽ. മുനാഫിക്കുകളുടെ എന്താവാ? നബി തങ്ങളെ ഇത്തരടങ്ങാറാക്കിയ വേറെ മനുഷ്യല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയത് ഈ അബ്ദുല്ലാഹി ബിനു ഉബയ്യ് ബിനു സുലൂലാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു, നല്ല മൂമിനായിരുന്നു. മോന്റെ പേര് അബ്ദുല്ലാ തന്നെയാണ്. അബ്ദുല്ലാഹി ബിനു ഉബയ്യ് ബിനു സുലൂൽ. വാപ്പാന്റെ പേര് അബ്ദുള്ളയാണ്, മോന്റെ പേര് അബ്ദുള്ളയാണ്. നല്ല മൂമിനാണ്. മകനായ അബ്ദുള്ള ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, നിങ്ങക്ക് നിന്റെ വാപ്പാനെ കൊല്ലണം എന്നിട്ട് അഭിപ്രായം ഉണ്ടോന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, ഞാൻ അങ്ങനെ ആളുകളെ കൊല്ലാൻ വേണ്ടി വന്ന പ്രവാചകനൊന്നുമല്ല. എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, നബിയെ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വേറെ ആരും ഏൽപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ്, ഞാൻ ചെയ്തോണ്ട്. അതാണ് ഈമാൻ എന്ന സാധനം.